നമ്മൾ സിമ്പിൾ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് മെറ്റായി ആണ് കോഡ് മൊത്തം എഴുതുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കമ്പൈൽ ചെയ്യാൻ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ബഗ് പോലും ഫിക്സ് ചെയ്യണത് മെറ്റായി ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വാട്സപ്പിൽ ഈ മെറ്റയുടെ നമ്മൾ ഫ്ലാപ്പി ബേർഡ് എന്നൊരു ഗെയിമുണ്ട്. അതുപോലത്തെ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് അയച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് മെറ്റേ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 2 കോഡാണുള്ളത്, HTML കോഡും അതുപോലെ ജാവാസ്ക്രിപ്റ്റും. അത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് കോഡ് സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറി ഈ കോഡ് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റണ്ണിൻ്റെ ബട്ടൺ കൊടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ബഗ് വരും. എനിക്ക് ബഗ് വന്നു. അതെന്താ ബഗ്? ഇപ്പോൾ ചിലപ്പോൾ ബട്ടൺസ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്താ ബഗ് എന്നുള്ളത് നമ്മൾ വാട്സപ്പിൽ എയോട് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ ആ ബഗ് ഫിക്സ് ചെയ്തിട്ട് ആ കോഡ് അവർ നമുക്ക് അയച്ചു തരും. നമ്മളത് വീണ്ടും ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്യുക. വീണ്ടും നോക്കുക, അപ്പോൾ അടുത്ത ബഗ് വരും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം നമ്മൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല. നമ്മൾ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ബഗ്ഗും ഫിക്സ് ആയിട്ട് നമുക്കൊരു ഗെയിം കയ്യിൽ കിട്ടി. നമ്മളത് കളിച്ച് നോക്കി. സംഭവം ഇത്ര നേരത്തെ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം കണ്ടു. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ആ ഗെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഗെയിം എങ്ങനെയൊന്നും അവസാനിപ്പിക്കണം, എൻ്റെ ബഗ്ഗെല്ലാം ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിൽ കളിച്ചതുകൊണ്ട് നമുക്ക് എൻ്റെ ലെവലുകളൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് നല്ല ഹാർഡ് ലെവലായിട്ടാണ് ഗെയിം ഇരിക്കുന്നത്. ലെവൽ ഒരു പോയിന്റ് എടുക്കുക എന്നുള്ളത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാനൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കളിച്ച് നോക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബയോയിൽ ഈ ഗെയിമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കളിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഗിറ്റ് ഹബിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ഈ ഗെയിമിൻ്റെ കറക്റ്റ് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ VS കോഡ് സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് യൂട്യൂബിൽ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് നോക്കുക. നിങ്ങൾക്ക് മാക്സിമം എത്ര സ്കോർ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.